വചനത്തിൻ വഴിയേ സ്വർഗ്ഗത്തിലെത്താം. ആമേൻ, ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞെ, ആമേൻ ദിവ്യ മനോഹര ശുശ്രൂഷയിലൂടെ നാം ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങിയിട്ട് ഇന്ന് നവംബർ 1 ഒറ്റ വർഷം ദൈവം തൻ്റെ കരുണയിൽ പൂർത്തിയാക്കുന്നു. പ്രഭാഷകൻ 45:2 അവിടുന്ന് അവനെ മഹത്വത്തിൽ ദൈവദൂതന് സമനാക്കി, മനുഷ്യർക്ക് ഭയകാരണമാകത്തക്ക വിധം അവനെ ശക്തനാക്കി. മോശ എന്ന അപകർഷതയും ബലക്കുറവും ഭാരങ്ങളും ഉണ്ടായിരുന്ന ബലഹീനനായ മനുഷ്യനെ ദൈവം ഉയർത്തിയതിനെ കുറിച്ച് പ്രഭാഷകൻ പറയുകയാണ്. തൻ്റെ ജനത്തിൽ നിന്നും കാരുണ്യവാനായ ഒരുവനെ ദൈവം ഉയർത്തിയപ്പോൾ അവന്റെ മഹത്വം ദൂതന് തുല്യമാക്കി നിസ്സാരനായ അവനെ കാണുമ്പോൾ ജനം ഭയപ്പെടത്തക്ക വിധം ദൈവശക്തിയിൽ അവനെ ഭയകാരണമാകുന്ന ഒരു വിഷയമാക്കി മാറ്റി. സഹോദര, നിന്നെ കണ്ട് ജനം ഭയപ്പെടുന്നത് നിന്റെ മുഖത്തെ ശൗര്യമോ നിന്റെ ശക്തിയോ അല്ല. നിന്റെ കരുണയെ ദൈവം മാനിച്ചിട്ട് മോശയെ പോലെ സ്വർഗത്തിന്റെ കരുത്തും ബലവും നിന്റെ ചങ്കിലേക്ക് അവിടുന്ന് ഒഴിച്ചു തരുമ്പോൾ, നീ എന്ന് പറയുന്ന നിസ്സാരക്കാരൻ, നീ എന്ന് പറയുന്ന ദുർബലൻ, നീ എന്ന് പറയുന്ന ഏറ്റവും നീചനായ മനുഷ്യൻ, നീ എന്ന് പറയുന്ന പേടിത്തൊണ്ടൻ മനുഷ്യന് ഭയകാരണമായി മാറും. കാരണം ദൈവത്തിന്റെ കൈയാണ് നിന്നെ ഉയർത്തുന്നത്. പ്രഭാഷകൻ 45:2 ദൂതന് സമനാകാനുള്ള ഒരു വരം മനുഷ്യനെ പറഞ്ഞു പേടിപ്പിച്ചിട്ടല്ല, വാക്കുകൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടല്ല, ആത്മാവിന്റെ ശക്തി കൊണ്ട് മനുഷ്യരെ ഭയപ്പെടുത്താൻ, ജയിക്കാൻ, ഉയരാനുള്ള ഒരു വരം കർത്താവ് ഇന്ന് നിനക്ക് നൽകട്ടെ. ഈ വാർഷിക ദിനം നിന്റെ ആത്മാവിൽ കൃപയാൽ ഒരു അച്ചുകുത്തൽ ദൈവം നടത്തട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.